ഹലോ ബിസിനസ് വയസ്സാണ്. അപ്പോൾ പുതുപുത്തവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 days 30 ഫൈനാൻസ് കണ്ടന്റ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അതായത് നമ്മൾ ഫൈനാൻസിൻ്റെ ഒരു സീരീസ് തുടങ്ങിയേക്കാണ്. 30 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഫസ്റ്റത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫൈനാൻസിനെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന സംഭവമാണ് നമ്മുടെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകണം ഈ വീഡിയോയിൽ മൊത്തം. അതായത് ഫസ്റ്റ് സംഭവം നമ്മുടെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ ലൈഫിൽ മെയിനായിട്ട് നടക്കുന്നത്. അതായത് ഇൻകം വരും, അതിൽ നമുക്ക് എക്സ്പെൻസ് പോകും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിലും ഒന്ന് മാനേജ് ചെയ്യുന്നതും ബാക്കിയുള്ള പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ പറയുന്നതാണ് നമ്മുടെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇതേപോലെ ഒരു ബുക്കിൽ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കാരണം ഇടയിൽ നിന്ന് പോയിൻറ്റ്സ് ഒന്നും വിട്ടു പോകേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാം കറക്റ്റായിട്ട് പറയണം. അപ്പോൾ അതിന് പറയുന്നത് ഫസ്റ്റത്തെ സംഭവം ട്രാക്ക് യുവർ ഇൻകമാണ്. അതായത് ഇൻകം ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോ കാണില്ല മിക്കവാറും. കാരണം ഇപ്പോൾ അതേ ബഡ്ജറ്റിങ്ങിനെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇൻകം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിപ്പോൾ ഒരു ചെറിയൊരു കാശാണെങ്കിൽ ഒരു 1000 രൂപയാണെങ്കിൽ മാസം 2000, ചിലപ്പോൾ 10,000, 50,000, 1 ലക്ഷമൊക്കെ ഇൻകമുള്ള ആൾക്കാരുണ്ടാവും. 1 ലക്ഷം അതിന് കൂടുതൽ ഇഷ്ടംപോലെ കൂടുതലുള്ളവരുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സംഭവം നമുക്ക് ഇൻകം എത്ര ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരു അറിവ് വേണം നമുക്ക് എത്ര ഇൻകം മാസം നമ്മൾ കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യേണ്ടത്. മെയിനായിട്ട് ആൾക്കാർ ഇൻകം കിട്ടുന്നത് രണ്ട് സംഭവമാണ്. ഒന്ന് സാലറി ആയിരിക്കും, രണ്ടാമത് പറയുന്നത് നമ്മുടെ ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ വല്ല വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. നമുക്ക് പരിചയമുള്ളവരോ അല്ലെങ്കിൽ വേറെ ക്ലയൻസൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഇൻകം ഒരു സോഴ്സ് ഉണ്ടാവും. മെയിനായിട്ട് കുറേ ഇൻകം സോഴ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്തായാലും ഉണ്ടാവുമായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടെല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുക്കിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. അതായത് നമ്പേഴ്സായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് സാലറി ഒരു 40K ആണ്, 40,000 ആണ്. പിന്നെ അതുപോലെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ഒരു 10K മാസം, അങ്ങനെ ടോട്ടൽ ഒരു 50,000 സാലറി അല്ലെങ്കിൽ ഒരു ഇൻകം വരുന്ന ആളുടെ ജസ്റ്റ് ഒരു ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചാൽ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻകം എത്രയാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്പേഴ്സ് നമുക്ക് അറിയണം, എത്ര ഇൻകം കിട്ടുന്നുണ്ടെന്ന്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ലിസ്റ്റ് ചെയ്യലാണ്. അതായത് ഇപ്പോൾ ഇൻകം കിട്ടും, നമ്മളെല്ലാവരും പറയുന്ന സംഭവമാണ്. അതായത് സാലറി കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കാണാനുണ്ടാവില്ല, സാലറി അവിടെ പോയി നമുക്കറിയില്ല, സാലറി മൊത്തം കാര്യമായി പോയില്ലാവും, നമ്മുടെ ഒറ്റ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിംഗ് കറക്റ്റില്ലാത്തതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാലറി, അതായത് നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻസിനായാലും കുറയുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ലിസ്റ്റ് യുവർ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിച്ചേക്കുന്നത് നമ്മൾ സാധാരണ ഒരു നോർമൽ ആൾക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെൻറ്റ് ഉണ്ടാവും, വീടിൻ്റെ റെൻറ്റ്, അല്ലെങ്കിൽ താമസിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, നെറ്റ്, അതൊക്കെ കൂടി റെൻറ്റ് ഞാൻ 15,000 എഴുതിച്ചേക്കുന്നത്. ഇലക്ട്രിസിറ്റി, നെറ്റ്, ഇൻഷുറൻസ് ഒക്കെ കൂടി ഒരു 5,000 രൂപ. പിന്നെ അതേപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാ മാസം കറക്റ്റ് ഇപ്പോൾ വരുന്നത് പറയാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് വേരിയബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരും. അതിന് നമ്മുടെ ഗ്രോസറി പലചരക്ക് സാധനങ്ങളൊക്കെ 5,000 രൂപ. ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ ബസ്സിന് പോകാനോ ട്രെയിനിന് പോകാനോ ഒരു 2,000 രൂപ. എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ സോഷ്യൽ ആൾക്കാരാണ്, നമ്മുടെ ഹ്യൂമൻ ബീങ്സ് നമ്മൾ സോഷ്യലാണ്. ആൾക്കാരോട് സംസാരിക്കാൻ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, നമുക്ക് സിനിമ കാണണം, നല്ല ഫുഡ് കഴിക്കാൻ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് ഒരു 3,000 രൂപ. പിന്നെ അത് എക്സ്പെൻസുകൾ നമുക്ക് നമ്മളറിയാത്ത കുറേ എക്സ്പെൻസുകൾ വേറെ എന്തെങ്കിലുമൊക്കെ എല്ലാ മാസം ഇടയിലൊക്കെ കയറി വരും. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു 2,000 രൂപ. അതെല്ലാം കൂടി നോക്കുമ്പോൾ ടോട്ടൽ ഒരു 32,000 രൂപ എക്സ്പെൻസ്. അപ്പോൾ ഇൻകം 50,000 50,000 32,000 പോയാൽ 18,000 രൂപ നമ്മുടെ ബാക്കി ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒരു ആവറേജ് കണക്കാണ്. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ എക്സ്പെൻസ് നമ്മളൊക്കെ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബഡ്ജറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് മൂന്നാമത്തെ സംഭവം നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ലൈഫിൽ ഗോൾസ് സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും, വലിയ വലിയ സംഭവങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അത് സെറ്റ് ചെയ്യലാണ് അടുത്ത സംഭവം. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് നമ്മുടെ എന്താ പറയുക സേവിങ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സേവിങ്സ് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഗോൾസ് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിന് നമ്മുടെ പൈസ കണ്ടെത്തലാണ് നമ്മുടെ ബഡ്ജറ്റിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസിൽ ബാക്കി നമുക്ക് ഏകദേശം ഒരു 18,000 രൂപയുണ്ട്. അപ്പോൾ ഒരു 5,000 രൂപയാണ് മാസം ഇൻവെസ്റ്റ് ചെയ്യുക. 5,000 രൂപ ഇതിലത്തെ കേസാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ചെറിയൊരു ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫൈനൽ ഇയറാണ്. അപ്പോൾ അടുത്ത മാസം ഈ ഒരു വർഷം, അടുത്ത മാസമല്ല ഈ അടുത്ത ആഴ്ച ജോലിക്ക് തന്നെ കയറും. ഒരു 3-4 മാസത്തിനുള്ളിൽ ജോലി
+2 കയറുന്ന ഒരാളായിരിക്കും ഞാൻ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ലെവലിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുകളിലുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു 100, 150, 200 ആ റേഞ്ചിൽ മാസം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഞാൻ എല്ലാ മാസം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേറെ പരിപാടിയില്ല. അത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഇപ്പോൾ ഒരു മാസം എൻ്റെ 150 രൂപ ബാങ്കിന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഞാൻ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്ന സംഭവം എല്ലാ മാസം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാ മാസം എടുത്തിടാൻ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ പൈസ ഉണ്ടാവില്ല. പക്ഷേ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ മാസം നമ്മുടെ ബാങ്കിൽ നിന്ന് 150 എത്ര നമ്മൾ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പൈസ ഇങ്ങനെ പൊക്കോളും. അവിടെ മ്യൂച്വൽ ഫണ്ടിൽ പോയി കിടന്നോളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെറിയൊരു എമൗണ്ട്, എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്സോ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സേവിങ്സ് നിങ്ങൾക്ക് വേണം, അത്യാവശ്യമാണ്. അതിപ്പോൾ എത്ര ചെറിയ ആളാണെങ്കിലും എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ കുറേ വീഡിയോസ് ഇനി വരാണ്ട്. നമ്മൾ പറഞ്ഞ പോലെ 30 days 30 ഫൈനാൻസ് കണ്ടന്റ് ആണ്. അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട അടിപൊളിയായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അടിപൊളിയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.